പടച്ചോനെ നല്ലൊരു കുഞ്ഞിനെ കിട്ടണം, റബ്ബെ വികലാംഗത്വമില്ലാത്ത വലിയ പ്രയാസങ്ങളില്ലാത്ത ഒരു കുഞ്ഞിനെ വേണം റബ്ബെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാ ബഹുഭൂരിപക്ഷ രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. ഇനി അഥവാ അങ്ങനെ ഒരു കുഞ്ഞ് ഭാര്യയുടെ ഉദരത്തിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതിന്റെ മുൻപേ അവർ സ്നേഹിച്ചു തുടങ്ങും. എല്ലാ അർത്ഥത്തിലും. ഞാൻ എന്റെ മക്കളെ സ്നേഹിച്ചതുപോലെ മുഖം കണ്ടിട്ടല്ല, അവരെ കാണുന്നതിന്റെ മുൻപേ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ ഗർഭം ധരിക്കുന്നത് മുതൽ അനുഭവിച്ച ത്യാഗം ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഉള്ളോട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഛർദിക്കുക, ഭയങ്കരമായ ക്ഷീണം, കാലിന്റെ മുട്ടിന്റെ അരക്ക് തായോട്ട് വലിയ ജപ്പാൻ പൈപ്പിന്റെ മാതിരിയുള്ള വെരിക്കോസ്, ഞരമ്പ് പൊന്തല്, ശ്വാസം മുട്ടല്, ഇങ്ങനെ അനവധി. അള്ളാഹു വെറുതെ പറഞ്ഞതല്ല. വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാ ഓരോ മാതാക്കളും. ഞാനത് പറയണമെന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ, ഒരു ഉമ്മന്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്നത് ഗർഭം ധരിച്ച ഏതൊരു പെണ്ണിനുമാണ്. അതറിയാൻ ഗർഭം ധരിച്ച ഒരു മരുവക്ക്, ഒരു മക്കള് പെൺകുട്ടിയൊക്കെ പറ്റുന്നില്ലേ, പിന്നെ സ്വന്തം അസ്തിത്വത്തിന് എന്ത് വിലയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ എന്റെ ഭാര്യനോട് പറയലുണ്ട്, എന്റെ അമ്മ അനുഭവിച്ച വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന എന്റെ അമ്മ 4 പ്രസവിച്ചു, എന്റെ ഭാര്യ 4 പ്രസവിച്ചു. ആ 4 പ്രസവത്തിന് ഇക്കണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് എന്റെ അമ്മ അനുഭവിച്ച വേദന എന്റെ ഭാര്യനോട് പറയും, സായിയെ എനക്കേ അറിയൂ. കാരണം ഈയെ പ്രസവിച്ച വേദന അറിഞ്ഞിട്ടുള്ളൂ, ഈ അതിന്റെ ക്ഷീണം അറിഞ്ഞിട്ടുള്ളൂ. ഒരു മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മ അനുഭവിച്ച ത്യാഗം, നൊമ്പരം, വേദന, ക്ഷീണം, ഇതൊക്കെ എനക്കേ അറിയും. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മാനെ ഞാൻ ഇല്ലാത്ത അവസരത്തിലും എന്നോട് ചേർന്ന് നിന്ന് നോക്കാന്ന് പറഞ്ഞ അത് ഈ ചെയ്യുന്ന വലിയൊരു പുണ്യാണെന്ന് അങ്ങനെ ചിന്തിക്കണം. ഒരു പെണ്ണിനല്ലാണ്ട് അതാർക്കാ ചിന്തിക്കാൻ പറ്റുക? ഒരു പെണ്ണിനല്ലാണ്ട് അതാർക്കാ മനസ്സിലാക്കാൻ പറ്റുക ഒരു പെണ്ണിന്റെ വേദന? അതിന്റെ അർത്ഥം ആണുങ്ങൾ നോക്കണ്ടെന്നല്ല. ഒരാണിന് ഏറ്റവും വേദന അറിയാൻ പറ്റുന്നത് ആരുതാ? വാപ്പാന്റെ വേദന അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ഇന്ന് കഷ്ടപ്പെടുന്നത്. ഞാനൊക്കെ അങ്ങനെ ഓരോരുത്തരെയും നോക്കിയിട്ട് ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ തണലത്ത് കോൺക്രീറ്റിന്റെ താഴെ ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് സ്കൂൾ വിട്ടു പോകുമ്പോ ഈ പെരും വെയിലത്ത് ഭക്ഷണ സാധനങ്ങളുമായിട്ട് ക്യൂ നിൽക്കുന്നവരുണ്ട്. ഓരോ വാപ്പാരുടെയും വേദന അറിയാം. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കിട്ടുന്ന ആക്ഷേപങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, മുതലാളിന്റെ ചീത്തണ്ട്. നമ്മൾ വിചാരിക്കും വലിയ മുതലാളിമാർക്ക് ഭയങ്കര സുഖമാണ്. ഞാൻ പറയാറുണ്ട്, 1000 റുപ്യ മാത്രം പോക്കറ്റിലുള്ളവൻ അത് മാത്രം സ്വപ്നം കണ്ടാൽ മതി, അത് നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി. കോടിക്കണക്കിന് ഉറുപ്യ ഓരോ ദിവസവും ബിസിനസ് നടത്തി അതിൽ നിന്ന് അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കേണ്ടത് കൊടുത്ത് ആ കോടികളെ കൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ പോറ്റുന്ന തൊഴിലാളികളെ നിയന്ത്രിക്കുന്നവനും വിഷമുണ്ട്. എല്ലാവർക്കും, ആണുങ്ങളാണ് ഓരോ ജോലിക്ക് അതിൻ്റെതായ വിഷമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയാർക്ക ആണുങ്ങൾക്ക. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചവരായിരുന്നു നമ്മളെ മാതാപിതാക്കൾ. ചെറുപ്പ കാലഘട്ടത്തിലെങ്ങാനും അവരൊന്ന് അശ്രദ്ധയിലായിരുന്നെങ്കിൽ ഈ കാണുന്ന പവറും പത്രാസൊന്നും നമുക്ക് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഞാനതൊക്കെ ശരിക്കും ഇങ്ങനെ കൺമുൻപിൽ കാണുന്നുണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ചെറിയ കൂടുതൽ മുക്കുവന്മാര് താമസിക്കുന്ന മീൻ ഫിഷറീസ് താമസിക്കുന്ന ഒരു ഏരിയയിലുള്ള അധ്യാപകൻ. ചില മക്കളൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളെ കണ്ണിൽ കണ്ണീര് വരും. നല്ലൊരു ഭക്ഷണം കിട്ടാതെ മേലത്താകെ കൊതുക് കടി കൊണ്ടിട്ട് ചെറിയ ഉണിലുകള്, അടയാളങ്ങൾ കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിക്കും, റബ്ബേ, ഒരു രാത്രി പോലും ഒരു കൊതുക് കടി കൊണ്ട് കിടക്കേണ്ട അവസ്ഥ എന്റെ മക്കൾക്ക് നമ്മൾ വരുത്തിയിട്ടില്ല. എന്നാൽ അതേ സ്ഥാനത്ത് വേറെ പല പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഓരോരുത്തരും അവനാന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ത്യാഗത്തിന്റെ ഉള്ളിൽ കൂടെയും മത്സരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങാനും ഒരു അല്പം ശ്രദ്ധ കുറച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ കാണുന്ന ഭംഗിയിലോ പവറിലോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ, നമുക്ക് ജീവിക്കണമെങ്കിൽ വായു വേണം, വെള്ളം വേണം, സ്നേഹം വേണം. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ തുടിച്ച അന്ന് മുതൽ നമുക്കാരാ വായു തന്ന്? ഉമ്മാന്റെ പൊക്കിള്. നമുക്കാരാ വെള്ളം തന്ന്? ഉമ്മാന്റെ പൊക്കിള്. നമുക്കാരാ സ്നേഹം തന്ന്? ഉമ്മയും വാപ്പയും. അവര് നോക്കിയിട്ടല്ലേ നമ്മൾ ജീവിച്ച്, അവര് കൊണ്ട കൊടുത്തിട്ടല്ലേ ഉമ്മ കഴിച്ച്. ആ ഉമ്മാനെ കഴിപ്പിക്കാനല്ലേ വാപ്പ വെയിലുണ്ട്, ആ ഉമ്മാനല്ലേ ശകാരിച്ചിട്ട് ഭക്ഷണം കഴിപ്പിച്ച്. എന്നിട്ട് ആ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ അവരെ നമ്മൾക്ക് വേണ്ടാതാകുന്ന
അവരോട് മാന്യമായി പെരുമാറേണ്ടതിന് പകരം വളരെ നിഷ്ഠൂരമായി ക്രൂരമായി പെരുമാറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം, നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും നമ്മൾ ചിന്തിച്ചതൊക്കെ നമ്മളെ സന്തോഷത്തിന് വേണ്ടി മാത്രമായി പോയിന്നേ ഉള്ളൂ. അതുണ്ടാവരുത് എന്നാ റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും നിങ്ങൾ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങളെ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇഷ്ടം പോലെ ചരിത്രങ്ങളില്ലേ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറയാറില്ലേ? സുന്നത്ത് നമസ്കാരത്തിലായിരുന്നിട്ട് കൂടി ഉമ്മ വിളിച്ചപ്പോ ആ വിളിക്ക് മറുപടി കൊടുക്കാത്ത ജുറൈജിനെ ഉമ്മയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ, ഉമ്മാന്റെ മനസ്സൊന്ന് ശപിച്ചപ്പോ, ഒരു വാക്ക് പറഞ്ഞപ്പോ ആ വാക്കിന്റെ 1000 മടങ്ങ് വേദനിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ചരിത്രം നമ്മളെ കൺമുൻപിലുണ്ടെങ്കിൽ, എന്റെ വാപ്പയും ഉമ്മയും ഒരിക്കലും എന്നെ വെറുത്തിട്ടല്ല എന്റെ അടുത്തുനിന്ന് പോയത് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹു ആ മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ എല്ലാ സഹായവും ചെയ്യും. ഇന്ന് ആൾക്കാർക്ക് നിസ്കാരവും നോമ്പും ഭയങ്കര ജോറാണ്. നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിനും പോകും. അതിപ്പോ വിദേശത്താണെങ്കിലും. ഞാനിന്നാള് ഒരു കുടുംബത്തിലൊരു പ്രശ്നം പരിഹരിക്കാൻ പോയി. ആകെ ഒരു മോനാളുണ്ട്. മോൻ കല്യാണം കഴിച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. പാപ്പ ചെറുപ്പത്തിൽ മരിച്ചു വരാം. എൻ്റെ ഒരു പ്രസംഗത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവസാനം ഓന് ഗൾഫിക്ക് പോയി. ഗൾഫിക്ക് പോയപ്പോ പറഞ്ഞു, ഉമ്മ നിങ്ങളെ നോക്കാൻ എന്റെ ഭാര്യ ഉണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങളെ പരിഗണിക്കും. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ. ഇതൊക്കെ പറഞ്ഞു പോയി കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് വെളിപ്പെടുന്ന പ്രശ്നം തുടങ്ങി. അവസാനം ഓളെയും ഗൾഫ് കൊണ്ടുപോയി. നാട്ടിലാ ഉമ്മ സാധു ഒറ്റക്ക്. ഒരു രാത്രി ഒരു സങ്കടം വന്ന സഹായിക്കാൻ ആളില്ല. അപ്പൊ നമ്മൾ അവനോട് ഒരു മതപരമായ നിലക്ക് അവനോട് ചോദിച്ചു, അല്ല എന്താ ഇതിനൊരു പരിഹാരം? ഒന്നുകിൽ ഉമ്മാനെയും കൂടി ഈ കൊണ്ടുപോയിക്കോ, അതല്ല എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, ഉമ്മനെ അതല്ലെങ്കിൽ പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കരുത് എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടല്ലോ മൗലവി, 4 മാസം. അതുകൊണ്ടാണ് 4 മാസം പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കരുത് എന്നേ ഉള്ളൂ. ഉമ്മനെയും വാപ്പനെയും ഒരു രാത്രി പിരിഞ്ഞിരിക്കരുത് എന്നാണുള്ളത്. അതാർക്കും വേണ്ട, അതാരും പരിഗണിക്കുകയില്ല. അതപ്പോ ഇളയോണ്ട്, മൂത്തോനുണ്ട്, മറ്റോളുണ്ട്, വനുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നു, റസൂലെ ഞാൻ ജിഹാദിന് തയ്യാറാണ്, യുദ്ധത്തിന് തയ്യാറാണ്. റസൂൽ തിരിച്ചു വെച്ചാൽ എന്താ? അഹയ്യ വാലിദാക്ക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടാവും. ഉണ്ട് നബിയെ, എങ്കിൽ ഫർജിയെ തിരിച്ചു പോ. ഒരു ജിഹാദിന് വന്ന ആളില്ല. പ്രവാചകന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ആളുകൾ കുറവാ, സ്വഹാബാക്കൾ കുറവാ. ആ റസൂലാണ് പറയുന്നത് തിരിച്ചു പോ. അതേ പ്രവാചകന്റെ സദസ്സിൽ വേറൊരു സ്വഹാബി വന്ന് ഹിജ്റ പോകാൻ, നാടുവിടാൻ, നിർണായകമായ ഘട്ടത്തിൽ നാടുവിടാൻ വന്ന യസ്രിബിലേക്ക് പോകാൻ വന്ന സ്വഹാബിനോട് ചോദിച്ചു, എന്താ വീട്ടിലെ അവസ്ഥ? അവര് വാർദ്ധക്യത്തിൽ അനുഭവിക്കും. എങ്കിൽ തിരിച്ചു പോ. ഹിജ്റക്കും ജിഹാദിനും റസൂലുള്ള അനുവാദം കൊടുക്കാതിരുന്നത് വൃദ്ധരായ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വീട്ടിലുള്ള മക്കളോർക്കാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിൽ, ആ ഒരു തീരുമാനത്തിൽ തന്നെ എത്രത്തോളം മാതാപിതാക്കളോടൊരു മക്കള് അനുകമ്പയോടെ കാരുണ്യത്തോടെ അവരുടെ വാർദ്ധക്യത്തിൽ പെരുമാറണം എന്നുള്ളത് ഇനിയും ഒരു വലിയ ചരിത്രം വേണ്ട. അതിനും വലിയ എന്ത് ഹദീസാ നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്? അതിനും വലിയ എന്ത് ആയത്തായി മക്കളോട് നമുക്ക് സംസാരിക്കാനുണ്ട്? അതുകൊണ്ട് തന്നെയാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും, അവരുടെ വാർദ്ധക്യത്തിലേക്ക് അവരെത്തുമ്പോൾ നിങ്ങളുടെ കുട്ടിത്തത്തെ നിങ്ങൾ ഓർക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറഹുമാ. ഇമ്മാ യബ്ലുഗന്ന, എന്താ അല്ലാഹു അങ്ങനെ പറയാനുള്ള കാരണം? ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ, ചിലപ്പോ ഒരാള് അല്ലെ രണ്ടാള്. അത് സത്യ. ചിലപ്പോ ഞാനായിരിക്കും ആദ്യം പോകുന്നത്. കാരണം എന്റെ വയസ്സിനേക്കാൾ 6 വയസ്സ് കുറവാണ് എന്റെ ഭാര്യക്ക്. പക്ഷെ അതുകൊണ്ട് ഓൾ ആദ്യം പോകില്ലാന്നോ ഞാൻ ആദ്യം പോകുന്ന ഉറപ്പില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, പല വീട്ടിലും ചിലപ്പോ അമ്മയെ ഉണ്ടാവും, അല്ലെ വാപ്പയെ ഉണ്ടാവും. രണ്ടാളെ ഒരുമിച്ച് അള്ള കൊണ്ടുപോയത് അപൂർവ. അത്രയും ചിലപ്പം സ്നേഹത്തോടെ ജീവിച്ചവരാണെങ്കിലേ മൂപ്പര് മരിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ആ ഭാര്യ, നമ്മുടെ അമ്മ ഒന്നും അല്ലാണ്ടായിപ്പോയി, സുക്കേട് കൂടി പിന്നെ മരിച്ചു. അതവരുടെ ബന്ധത്തിന്റെ കാഠിന്യം. പക്ഷെ ഏതോ ഒരു ഉമ്മയും വാപ്പയെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിലൊരാള് പോയാൽ പിന്നെ മറ്റുള്ള ആളെ നോക്കാൻ ആരുമില്ല. വാപ്പയും ഉമ്മയും പോകുന്നതോടുകൂടിയാണ് പിന്നെ മക്കൾ പോലും ഭിന്നിച്ചു തുടങ്ങുന്നത്. എന്തുകൊണ്ടാ എന്റെ തറവാട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ പറയും വാപ്പയും ഉമ്മയും ഉള്ളത് കൊണ്ട്. വാപ്പയും ഉമ്മയും പോയാൽ പിന്നെ ആരും കുടുംബവും ഇല്ല, മൂത്താപ്പയും ഇല്ല, കാരണവരും ഇല്ല, പെങ്ങളും ഇല്ല, ആരും ഇല്ല. ഇനി അഥവാ വാപ്പന്റെ സ്വത്തങ്ങാൻ വീതം വെച്ചതിൽ എന്തെങ്കിലും ഒരു അബദ്ധോ
വിചാരിച്ച ഒരാൾക്ക് കിട്ടുകയോ ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ ഈ രക്തബന്ധങ്ങൾ തമ്മിൽ തന്നെ മരണം വരെ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റുണ്ടാക്കി പിണങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടം. എത്ര ബന്ധങ്ങളാകുന്നോണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? അള്ളാന്റെ ദുനിയാവിന്റെ മുതലിന്റെ പേരിൽ. നമ്മളാരോ എന്തോ കൊണ്ടുവന്നോ? ഇല്ല. എന്തോ കൊണ്ടുപോകുമോ? ഇല്ല. നിങ്ങൾ അല്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വാപ്പന്റെ പേര് നിങ്ങൾക്ക് ആർക്കും അറിയൂ? നിങ്ങൾക്ക് അറിയൂ? എനിക്ക് എന്റെ വാപ്പന്റെ പേര് അത്രയുമാൻ എന്നറിയാം. വാപ്പന്റെ പേര് പൂക്കുട്ടി സാഹിബ്. പൂക്കുട്ടി സാഹിബിന്റെ വാപ്പന്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്കറിയൂല. ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന എത്ര ആളൊന്ന് മനസ്സോണ്ട് ചിന്തിച്ചു നിങ്ങളെ വാപ്പന്റെ പേര് അല്ലെ ഉമ്മന്റെ പേര്. ഉമ്മന്റെ അമ്മന്റെ പേര്. എന്റെ അമ്മന്റെ പേര് നഫീസ. ഉമ്മന്റെ അമ്മന്റെ പേര് പാത്തുമ്മ. പാത്തുമ്മന്റെ വല്യമ്മന്റെ അമ്മന്റെ പേര് എനിക്കറിയൂല. അതിനർത്ഥം ഒരു 125 കൊല്ലം മുൻപുള്ള ഒരാളെയും ഞമ്മക്ക് അറിയൂല. ഓലാരും നമ്മളെ ഓർത്തിട്ടുമില്ല, നമ്മളാരും ഓലെ ഓർക്കണമില്ല. ഇനി ഒരു 125 കൊല്ലം താഴേക്ക് പോയിക്കോന്ന് കരുതുക. എന്റെ മോന്റെ പേര് അബ്ദുള്ളാണ്. അബ്ദുള്ള ഒരു കല്യാണം കഴിച്ചിട്ട് ഓനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടീന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടി ഇനി ഓർമ്മ ഉണ്ടാവും, ഞാൻ വല്യാപ്പാന്ന് വിളിക്കാൻ. എന്നെപ്പോ വാപ്പാന്ന് അബ്ദുള്ള വിളിക്കുന്നുണ്ട്. ഓനെ കുട്ടി ഉണ്ടായാൽ ഞാൻ വല്യാപ്പാന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ ഞാനങ്ങില്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ഒരു മൂന്നാമത്തെ തലമുറക്ക് ഇന്നെ അറിയൂല. നിങ്ങളിപ്പോ ഉച്ചക്ക് പടച്ചോനോട് നിസ്കരിച്ചപ്പോ പടച്ചോനോട് ദുആയിരുന്നപ്പോ പടച്ചോനെ എന്റെ വാപ്പക്ക് ഇങ്ങി കബറ് നന്നാക്കണേ, എന്റെ വല്യാപ്പന്റെ കബറിങ്ങി നന്നാക്കണേ എന്ന് പറയല്ലാണ്ട് എന്റെ വല്യാപ്പന്റെ കബറിങ്ങി നന്നാക്കണേ, എന്റെ വല്യാപ്പന്റെ വാപ്പന്റെ കബറിങ്ങി നന്നാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യരെ ഒരു 100 കൊല്ലത്തിന്റെ ഇടയ്ക്കുള്ള പോലെ മനസ്സിലെ ഞാനും നിങ്ങളും ഉണ്ടാവും. 1925 ഞാനില്ല. 1999 വരെ, ഞാൻ പ്രസംഗം തുടങ്ങുന്നത് വരെ ആർക്കും എന്നെ ഓർമ്മയില്ല. ഇനി 2025 എത്തി. ഇനി 2100 ഞാൻ ഉണ്ടാകും. ഇനി 25 കൊല്ലം ഒരൊർപ്പില്ല. 100 കൊല്ലമൊന്നും പഠിച്ചവൻ ആർക്കും കൊടുത്തിട്ടില്ല അത് അടുത്ത കാലത്തൊന്നും. ഇപ്പോഴത്തെ ഭക്ഷണവും സംസ്കാരവും ജീവിതവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10-60 വയസ്സാകുമ്പോഴേക്ക് തന്നെ കിഡ്നിയും ഇല്ലാണ്ടാകുന്നുണ്ട്, ടെൻസിൽ ക്യാൻസറും വരുന്നുണ്ട്, ആമാശയം ദ്രവിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്, അതിനേക്കാളേറെ പേരറിയാത്ത സുക്കേടുകളൊക്കെ വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന അല്പകാലത്തെ എല്ലാരും നമുക്കുള്ളൂ. പാപ്പയും ഒക്കെ 10, 50, 40 കൊല്ലം എനിക്കും കൈമ കിട്ടുന്നുള്ളൂ. നമ്മളെ മക്കളെ പോലും നമുക്കൊരു 10, 40 കൊല്ലേ കൈമ കിട്ടുന്നുള്ളൂ. ആ 10, 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് അവരിന്റെ സ്വർഗാണെന്ന് ചിന്തിച്ചിട്ട് ആഹറത്തിനേക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റിയിട്ടില്ലേ? പിന്നെ ഏത് പടച്ചോനെ ഏത് സ്വർഗവും നേടിയിട്ടാ നമ്മൾ ഈ ഓടുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ഈ മത്സരിച്ച് പരക്കം പായുന്നത്? അള്ളാന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാ ഓരോരുത്തരും പരക്കം പായുന്നതാ പറയാം. ഞാൻ നാളെ ഒരു പ്രസംഗത്തിന് പോയപ്പോ ഒരു വാപ്പനോട് പതുക്കെ വന്ന് പറഞ്ഞു, നിങ്ങളെ എന്റെ മോനോടൊന്ന് ഉപദേശിക്കണം. ഞാൻ ചോദിച്ചു എന്തിന്? ഓനങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഓൻ പഠിത്ത നല്ലൊരു പ്രവർത്തകനാണെന്നറിയും. ഞാൻ ചോദിച്ചാ എനിക്ക് പരിചയം ഉണ്ടല്ല. ഓനെ ഒന്ന് വാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഒന്ന് ഇടക്ക് മിണ്ടണമെന്നും ഓലെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെന്നും എന്നും വേണ്ട, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഞങ്ങളൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് ഭയങ്കര ഇസ്ലാഹി പ്രവർത്തനവും ഖുർആനോത്തും ക്ലാസും നിസ്കാരവും നോമ്പും ഒക്കെ ഭയങ്കര ചോറാ. പക്ഷെ എന്റെ വാപ്പയും എങ്ങനെയാ ജീവിക്കുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്ക് നമ്മളൊന്നും കൊടുക്കണമെന്നില്ല, ഒരു നല്ല വർത്താനം. ഞാൻ ഇന്ന് ലീവാണ്, ഹാഫ് ഡേ ലീവ് എടുത്തു, അല്ലെ ഞാൻ ഉച്ച വരെ ലീവ് എടുത്തു, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. ഒന്നും വേണ്ട. ഞാൻ എന്റെ വല്യമ്മനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പോയ ഒരു കഥ അറിയുന്നുണ്ട്. എന്റെ വല്യമ്മ അങ്ങനെ പറയായിരുന്നു. ഈ അടുത്ത ദിവസം ഞാൻ എന്റെ അമ്മനെയും കൊണ്ടുപോയി. അമ്മ അങ്ങനെ പറയും, രാവിലെ എഴുന്നേറ്റിട്ടോ എന്തോ ഒരു വയറ്റിക്കാഴ്ച, എന്തൊക്കെയോ ഒരു ബേജാറ്, സങ്കടം. അപ്പൊ എനിക്കറിയാം അമ്മക്ക് ഏതോ ഒരു ഡോക്ടറെ കാണാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും എവിടെയാ പോണ്ട്? അപ്പൊ കാലങ്ങളായിട്ട് നന്മണ്ട ഒരു മഹറൂഫ് രാജ് ഉണ്ട്, ഡോക്ടർ മഹറൂഫ് രാജ്. മഹറൂഫ് രാജിനെ കണ്ടാൽ ഞങ്ങളെ നാട്ടുകാരെ സുഖങ്ങൾ മാറും എന്നാണ് പറച്ചില്. അപ്പൊ ഞാൻ ചോദിച്ചു, മഹറൂഫ് രാജ എന്നാ രാവിലെ നമുക്ക് ശേഷം നേരത്തെ ഇറങ്ങാം. ആള് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ മഹറൂഫ് രാജിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ പോകുന്ന വഴിയിൽ ടോക്കണായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉമ്മാന്റെ പ്രായത്തിലുള്ള മുന്നിലുള്ള പ്രായമുള്ള വയസ്സന്മാരാ. അപ്പൊ ഓരോരുത്തരെയും കൈ പിടിച്ചിട്ട് അള്ളാ ഖദീജ, അള്ളാ ആയിഷ, ആ മമ്മുഞ്ഞിക്ക എന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുമ്പോ ഉമ്മന്റെ സുക്കേട് താനേ മാറി. ഏകദേശം സുക്കേട് ഇല്ല, പിന്നെ നമുക്ക് ക്ഷീണല്ല, യാതൊരു പ്രയാസവും ഇല്ല. ആ ഒരു കാർന്നൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെ ക്ഷീണിച്ചിറങ്ങിയ അമ്മ ഊർജ്ജസ്വലയായി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഒരു 50% ഈ കൂട്ടുകാരികളെയും പണ്ടത്തെ ആ ആളുകളെയൊക്കെ ഒന്ന് കണ്ടപ്പോഴേക്ക് ഉമ്മാക്ക് മാറി.
പിന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടർ ചോദിച്ചു എന്താ പിന്നെ ഫീസ വന്ന്. അപ്പൊ ഉമ്മ അങ്ങനെ ആലോചിക്കുക ഞാനിപ്പോ എന്തിനാ വന്ന്. അത്രേ ഉള്ളൂ. അതേ റബ്ബും പറഞ്ഞിട്ടുള്ളൂ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ എന്നൊരു വർത്താനം പോലും നിങ്ങൾ അവരോട് സംസാരിക്കരുത്.